ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു വ്ളോഗാണ്. അന്ന് നമ്മളിവിടെ കോർണിഷിൽ പോയിട്ടുണ്ടായിരുന്നു, റാസൽ ഗൈമയിൽ കോർണിഷിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പുതിയ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ നെസിൻ്റെ വീട്ടിൽ വന്നതാണ്. ഇപ്പോൾ നെസിക്ക് കോൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വരണോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ വീട്ടിൽ വന്നിട്ട് അവരെ വിളിക്കുകയാണ്. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട് നാസർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാസർ വണ്ടിയും കൊണ്ട് വരാം, നമ്മളങ്ങനെ കോർണിഷിൽ പോകാറിഞ്ഞിട്ട്. അപ്പോൾ അത് പിന്നെ നാസർ അവിടെ നമ്മളവിടെ നമ്മളെ റൂമിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ്. ഇവരെയും കൂടി കൂട്ടി നെസിം, നബീലി, റിസമോളും ബാപ്പും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ 5 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നാസർ അവിടെ വണ്ടിയിട്ട് നമ്മളെ റൂമിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ഇതാ ഇപ്പോൾ പോവുകയാണ്. നമ്മൾ അവിടെ പോയപ്പോൾ അധികം ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആളൊക്കെ നല്ല കുറവായിരുന്നു. എല്ലാവരും പേടിച്ചിട്ടാണ് തോന്നുന്നത്, ആരും പുറത്തേക്ക് ഇറങ്ങണില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ആളുകളൊന്നും പേടി കാരണം അങ്ങനെ വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങണില്ല. പിന്നെ നമ്മളിവിടെ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു. നല്ല മഴയായിരുന്നു. മഴയും കാറ്റും ഇടിയും മിന്നലും ഇങ്ങനെയൊക്കെ ആയിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇപ്പോൾ ഇന്ന് നല്ല കുറവുണ്ട്. ഇന്ന് മഴ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് നല്ല വെയിലൊക്കെ തന്നെയായിരുന്നു. എന്നാലും ഇവിടെ എല്ലായിടത്തും പല ഭാഗങ്ങളിലും വെള്ളം നിൽക്കുന്നുണ്ട്. കുറേ ഫ്രണ്ട്സുകളുടെ റൂമിലൊക്കെ വെള്ളമൊക്കെ അങ്ങനെ കയറിയിട്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ 2 ദിവസം വെയിലൊക്കെ അറച്ചാൽ ഇനിയിപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി അങ്ങനെ പോകുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ അത് നമ്മൾ കോർണിഷിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പിന്നെ കുറേ നമ്മളങ്ങനെ നടന്ന് കാണാനുള്ളതുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അവരെ ഷോപ്പൊക്കെ നമ്മളെ അടുത്ത് തന്നെയാണ്. ഇക്കാൻ്റെ ഷോപ്പിൻ്റെ അടുത്താണ് ഇവരെ ഷോപ്പ്, മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവർ അവിടെ നിൽക്കി ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ ഈ റെഡ് ഷർട്ട് ഇട്ടതാണ് നാസർ കേട്ടോ, ഇക്കാൻ്റെ ഫ്രണ്ട്. മറ്റേതൊക്കെ ഇവിടെ മൊബൈൽ ഷോപ്പിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവരും കൂടി അവിടെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കും, ഞങ്ങൾ വൈറലാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ കേട്ടോ. അങ്ങനെ പിന്നെ അവരെ കൂടി എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അവർ കുറേ നേരം സംസാരിച്ച് പിന്നെ ഞങ്ങളെ ഫോട്ടോ ഒക്കെ അവരെടുത്ത് തന്ന് മാഷാ അല്ലാഹ് അടിപൊളി ഫോട്ടോ ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ പിന്നെ പോയി. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ കുറേ നടന്ന് കാണാണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കാൻ നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ചൂടിനാണ് നമുക്കിങ്ങനെ നടന്ന് എവിടെയും പോകാനൊന്നും പറ്റൂല ചൂടാകുമ്പോൾ. ഇപ്പോൾ പിന്നെ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല ഇങ്ങനെ നമ്മൾ നടന്നാലും നമുക്ക് അങ്ങോട്ട് ക്ഷീണം അങ്ങോട്ട് തോന്നൂല. പിന്നെ എല്ലായിടത്തും നമുക്ക് ക്ഷീണം അങ്ങനെ തോന്നുകയാണെങ്കിൽ തന്നെ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്തൊരു കായൽ പോലെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ അത് നല്ലൊരു അടിപൊളി ഒരു വ്യൂ ആണ് നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ കുറച്ചപ്പുറം പോയാൽ ഒരു പാലം, കടൽ അങ്ങനെയൊക്കെ ഉണ്ട്. കായലാണോ കടലാണോ എന്ന് അറിയില്ല കേട്ടോ. കായൽ തന്നെയാണ് തോന്നുന്നത്, കടലല്ല, കായൽ തന്നെയാണ്. പിന്നെ ഒരു പാർക്ക് പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതാട്ടോ. നല്ല എന്താ പറയുക, നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. ഫോട്ടോ ഒക്കെ എടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കുന്നതാണ്. അങ്ങേ തലക്കിൽ ആ ഒരു പാലം വരെ നീല ഒരു ഇത് കാണില്ല, അത് വരെ ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നാസർ പിന്നെ അവരെ മക്കളെ കണ്ടില്ലേ, മൊബൈൽ ഷോപ്പിലെ ബസ്മ മൊബൈൽ ഷോപ്പ് അവിടുത്തെ മക്കളെ നമ്മൾ നേരത്തെ കണ്ടിട്ട അവരെ കൂടെ അവന് അങ്ങനെ പോയി. അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ തന്നെയാണ് അവർ. അപ്പോൾ അവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കയും ബാപ്പും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞങ്ങളും പിന്നെ അങ്ങനെ ബാക്കിൽ അങ്ങനെ സംസാരിച്ച് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടൊക്കെ ഞങ്ങളും ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആൾ കുറവാണ്, ആൾ തീരെ അല്ലേ. അല്ലെങ്കിൽ ഈ പെരുന്നാളിൻ്റെ അന്നൊക്കെ ഒരുപാട് ആളുണ്ടാവും. അപ്പോൾ അന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ പേടിച്ചിട്ടാണ് തോന്നുന്നത് കൂടുതൽ പേരൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് നടന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ ഇരിക്കാനും ഇതുപോലെ ഓരോ ചെയർ അങ്ങനെ അവിടെ ഇരിക്കാനും ഓരോ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് കാലൊക്കെ കടയുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കുക. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പിന്നെ നമ്മളെ വീട്ടിൽ അന്ന് ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. നിൽക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും അവരൊക്കെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിക്കണേന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്കും നടന്നിട്ട് പിന്നെ മതിയായിട്ടോ. കുറേ നടന്നപ്പോൾ പിന്നെ കാലിങ്ങനെ വേദനിക്കലൊക്കെ തുടങ്ങി. കൂടുതൽ അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കാൻ. കാറ്റും കൊണ്ട് ഇങ്ങനെ കഥ പറഞ്ഞ് നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾക്ക് ഒട്ടും ബോറടിക്കണില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കായലും ഇതും
നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്താ കണ്ടൽക്കാട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ കണ്ടൽക്കാട് അതൊക്കെയാണ്. ഈ ഒരു ഭാഗത്തും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ കുറച്ചൊക്കെ ഉള്ളിരുന്നു, കൂടുതലൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ കണ്ടൽക്കാടൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പോൾ നാസർ വണ്ടിയും കൊണ്ട് ഈ ഭാഗത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനവിടെ നമ്മൾക്കുള്ള ഗസ്റ്റുകളൊക്കെ എത്തിക്കണ്. അപ്പോൾ നിങ്ങളെ എവിടെയാണ്? അപ്പോൾ ഞങ്ങൾ പിന്നെ സഫാരി മാളിലും കൂടി ഒന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സഫാരി മാളിൽ നമ്മൾ പോയിട്ടില്ലായിരുന്നു. അവിടെ പുതിയ വന്നൊരു മാളാണ് കേട്ടോ സഫാരി മാള്. കുറച്ചയക്കുന്ന ശേഷം ഞാൻ വന്നിട്ട് ഇതുവരെ അവിടെ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ബാപ്പു നെസ്സിയും റിസമ്മോളൊക്കെ ഹായ് തരാൻ പറഞ്ഞിട്ട് അവരൊക്കെ ഓരോ ഹായ് തരണേ. നല്ല പോലെ പറഞ്ഞോ. താങ്ക് യു എന്താ പറഞ്ഞേ? അങ്ങനെ ഞാൻ നബീലാനോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ പറയും ഫ്രണ്ട്സുകളോട് എന്ന് പറഞ്ഞപ്പോൾ അവളങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അവിടെ ഞെക്കാൻ്റെ അടുത്ത് ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോൾ ഇക്ക ഒരു ഹായ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പിന്നെ വണ്ടി വന്ന് നമ്മളതിൽ കയറാൻ പോവുകയാണ്. പിന്നെ നമ്മൾ സഫാരി മാളിലാണ് പോയത്. സഫാരി മാളിൽ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു, നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെരുപ്പും അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഒരു ചെരുപ്പാണ് അവിടെ നിന്ന് എടുത്തത്. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അങ്ങോട്ട് പോയില്ല, ഡ്രസ്സിൻ്റെ അടുത്തേക്കൊന്ന്. പെരുന്നാളിന് 2-3 ഡ്രസ്സ് എടുത്തതാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എടുക്കണ്ടല്ലോ, അങ്ങനെ ക്യാഷ് ഇങ്ങനെ കളയണതിന് നമ്മൾക്കൊരു ഇതില്ല. പക്ഷേ ഡ്രസ്സ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായാൽ പിന്നെ നമ്മൾക്ക് അത് എടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോയേ ഇല്ല, ഡ്രസ്സിൻ്റെ ആ ഭാഗത്തേക്ക്. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മൾക്ക് എടുക്കാതെ പോരുമ്പോൾ ഒരു വിഷമല്ലേ. ഇപ്പോൾ അതാ നാസർ വണ്ടി കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. പിന്നെ നമ്മൾക്ക് വിശക്കണ വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതായിരുന്നു. ഞാൻ പിന്നെ എല്ലാവരും ഓരോ കോഫിയൊക്കെ വാങ്ങി കഴിച്ച്. അവിടെ സ്നാക്സ് നോക്കിയപ്പോൾ സ്നാക്സ് ഒന്നുമില്ല അവിടെ. പിന്നെ ഷവർമ്മ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇങ്ങനെ കുടിക്കുകയാണ്. അങ്ങനെ നമ്മൾ സഫാരി മാളിലേക്ക് അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, വലിയൊരു മാളാണ് കേട്ടോ സഫാരി മാള്. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ആഴ്ചയിൽ നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. വെജിറ്റബിൾസിനും അങ്ങനെ എല്ലാ സാധനവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചെരുപ്പ് ഞാനൊരു ക്രോക്സാണ് എടുത്തത്. അപ്പോൾ നല്ല ഓഫർ 15 ദിറംസിനായിരുന്നു. നല്ല ഓഫർ തന്നെയാണ് അവിടെ. അങ്ങനെ കുറേ കുഞ്ഞു കുട്ടികളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓഫർ ഇട്ടിട്ട് ചെരുപ്പുകളും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. കുട്ടികളത് മാത്രമല്ല കേട്ടോ, വലിയൊരിതും ഉണ്ടായിരുന്നേ. അപ്പോൾ ചുരിദാറൊക്കെ 2 ചുരിദാർ എടുത്താലും 1 ഫ്രീ, അങ്ങനെ അതുപോലെ പലാസ 2 എണ്ണം എടുത്താലും 1 അങ്ങനെയൊക്കെ ആയിട്ട് റേറ്റ് കൂട്ടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു മാളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും സെയിം തന്നെയാണ്. ഇതും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ല കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പ് അങ്ങനെയൊക്കെ. ഇപ്പോൾ റിസമ്മോൾക്ക് ഇവിടെ ട്രോളി നോക്കുന്നുണ്ടായിരുന്നു, സ്കൂളിലേക്ക് അവൾക്ക് ട്രോളി ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ ചെറുതാണ്, ബുക്ക് കൊള്ളൂല, പിന്നുള്ളത് വലുതായി. അപ്പോൾ അവിടെ ഒരു ട്രോളി ബാഗ് കണ്ടത് റിസമ്മോൾ ഉരുട്ടി അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു സൈക്കിൾ കണ്ടപ്പോൾ അവൾ പിന്നെ അതിൽ കയറി അതിലേക്കൊന്നും ഇങ്ങനെ ഇരുന്ന്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ മാത്രമേ കറങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി ആ ഭാഗങ്ങളിൽ താഴേക്കൊന്ന് പോയി പിന്നെ പ്ലേറ്റ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഡ്രസ്സിൻ്റെതാണല്ലോ കൂടുതൽ നമ്മൾക്ക് ഇഷ്ടം. പിന്നെ ഇക്ക മൊബൈലൊക്കെ നോക്കുന്നുണ്ട്. ഇക്കാൻ്റെ മൊബൈലിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊബൈലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എടുക്കാമെന്നുള്ളതിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു. ബൈ.